പിന്നെന്താ പറഞ്ഞേ? എനിക്കാരെയും കല്യാണം കഴിക്കാനാവില്ല. എൻ്റെ ലോകം വേറെയാ, അതിലേക്ക് ആർക്കും വരാൻ സാധിക്കില്ല. അവസാനം അവൾ പറഞ്ഞു, നിന്റെ മ്യൂസിക് ഞാൻ കേട്ടില്ല, എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന്. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, നിനക്കിതിൻ്റെ ആവശ്യമുണ്ടോ? അതല്ല വിജയ്, മ്യൂസിക് എന്താണെന്ന് അവൾ എന്നോട് ചോദിച്ചത്. എൻ്റെ മ്യൂസിക് അവൾ എന്തുമാത്രം ആസ്വദിച്ചെന്നറിയാമോ? ഞാൻ കൈയുടെ ആക്ഷൻ നിർത്തിയതിന് ശേഷവും അവൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. എൻ്റെ മനസ്സിലുള്ളത് അവളോട് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാനത് പറഞ്ഞു. നിങ്ങൾ അവളോട് പറഞ്ഞ തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ എന്തോ ഒരു കാരണത്താൽ കല്യാണത്തെ വെറുക്കുന്നു, ഭയപ്പെടുന്നു. അതെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ ദേഷ്യം വരും. കാർത്തിക്, അർച്ചന നല്ല പെണ്ണാണ്, പക്ഷെ ഇത്രയും ദേഷ്യം പാടില്ല കാർത്തിക്. ഞാൻ പറയുന്നത് കേട്ടോ, നീ അവളെ മറന്നിട്ട് നിന്റെ ജോലി നോക്ക. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാനില്ലേ? വിജയ് പറഞ്ഞത് ശരിയാ. അന്നത്തെ പ്രശ്നം ക്ഷമിച്ചു തന്നെ വലിയ കാര്യമാ. ഇനി എങ്ങനെ ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല ഷീലെ. പിന്നെ വീണ്ടും മാപ്പ് ചോദിക്കാൻ പോവാ? ഞാൻ എന്തിനു മാപ്പ് ചോദിക്കണം? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? പറയുന്നത് കേക്കടാ. എനിക്കാവില്ല വിജയ്. സോറി. ഷീല പോകണ്ട, അവിടെ നിൽക്ക്. ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അതിനിത്ര ദേഷ്യം എന്തിനാ? ഇല്ല, പറ, എന്തെങ്കിലും ഒന്ന് പറയേ. മനസ്സിലായില്ല. ഞാൻ പറയാനുള്ളതെല്ലാം മുൻപേ പറഞ്ഞു കഴിഞ്ഞു, വീണ്ടും പറയാം. എനിക്ക് നിങ്ങളെ കാണുന്നു ഇഷ്ടമല്ല. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ലൈഫ്. ഭ്രാന്താണോ? ഞാൻ കാണുന്നുണ്ട്, ഇത് കുറച്ച് കൂടുതലാ. നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് തെറ്റാണോ? എന്താ നിന്നോട് ചോദിച്ചാൽ എന്ത് തെറ്റാ ഉള്ളത്? ഇതാണോ നിന്റെ പ്രശ്നം? കാർത്തിക്, നീ മ്യൂസിക് കേൾക്കണം നല്ല വിചാരിച്ചത്. എന്തുകൊണ്ട് കല്യാണം കഴിക്കില്ല? കാരണം പറ. കാർത്തിക്കിന് നീ ഒരു ഭാരമല്ല. നിന്നോട് എന്തുമാത്രം സ്നേഹാന്നറിയോ? അയാൾ മാറില്ല. നിന്റെ അച്ഛനെ പോലെ എല്ലാരും അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? പോട്ടെ, മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്കുക. ജീവിതം മുഴുവനും ഇങ്ങനെ ഇരിക്കാൻ പോവാ? എന്തിന്? എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞും നിന്നെ പോലെ ഇരിക്കുമെന്ന് എന്തിനാ വിചാരിക്കുന്നത്? 2 തലമുറകൾക്ക് മുൻപ് നിന്നെ പോലെ കുടുംബത്തിൽ ആരെങ്കിലും ജനിച്ചിരിക്കാം. അതുകൊണ്ട് ഒരുപക്ഷെ ഇനി എന്താ അർച്ചന? എന്ത് ഹെൽപ്പ്? കാർത്തികിനോടോ? എന്താ പറയേണ്ടത്?
കാർത്തികിനെ ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, കല്യാണം കഴിക്കാം. എനിക്ക് അങ്ങനൊരു ആഗ്രഹമില്ല, ആവശ്യമില്ല. ഇനി എന്നെ കാണണമെന്നില്ല, എനിക്കായി കാത്തിരിക്കേ വേണ്ട. വേറെ ആരെങ്കിലും കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ പറഞ്ഞു. പക്ഷെ കാർത്തിക്, അവളിത് പറയുമ്പോ കരയുകയായിരുന്നു. ഇല്ല, ഇത്ര വർഷത്തിനിടയ്ക്ക് അർച്ചന കരഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാ അവളുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടത്. മതീഷില്ലേ, അവൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അവളെ ബഹുമാനിക്കണം. എന്ന് വെച്ച് അവളെ മറന്ന് ഞാൻ വേറൊരു കല്യാണം കഴിക്കുമെന്ന് വിചാരിക്കണ്ട. ഇനി അവളെ ശല്യം ചെയ്യില്ല, അവളുടെ കണ്ണുമുന്നിൽ വരില്ല. നമുക്കെന്തെങ്കിലും കഴിക്കാം. എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശക്കുന്നടാ. എന്നാ നീ കഴിക്കേ. അത് ഞാൻ വേണമെങ്കിൽ ഹായ്. ഹായ്. എക്സ്ക്യൂസ് മീ. എടാ, how are you? Okay, carry on. Bye. ബൈ. ഇവന്റെ കാര്യം എന്താ കാര്യം? നീ എന്തിനാ ഇങ്ങോട്ട് പോന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഹലോ പറയാറുന്നല്ലോ നിനക്ക്. എന്താ വിജയ്, അവൾ തുറന്നു പറഞ്ഞല്ലോ ഇനി എന്നെ കാണരുത്, സംസാരിക്കരുത്. എടാ, അവളെന്നെന്തോ ദേഷ്യത്തിൽ. ഇല്ല വിജയ്, നിനക്ക് ഓർമ്മയുണ്ടാവില്ല, അന്ന് റെസ്റ്റോറൻറ്റ് വെച്ച ലോക്കറ്റ് കണ്ടപ്പോൾ അവളുടെ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടു. അവൾ ചോദിക്കാതെ ഞാനത് കൊടുത്തത്. എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. പോട്ടെ വിജയ്. എന്താ വിജയ്, എന്തോ പറയണമെന്ന് പറഞ്ഞു? അത് എനിക്ക് നാണമാണ്. എന്താ വിജയ്? അത് പിന്നെ ഞാൻ പറഞ്ഞ നീ ചിരിക്ക. ശരി പറയും. എന്റെ തലയ്ക്ക് മീതെ ബൾബ് കത്തി. മണിയും അടിച്ചായിരുന്നു. കണ്ടില്ലേ? ചിരിക്കുന്ന കണ്ടില്ലേ? ഇല്ല, ചിരിക്കില്ല. ആരാ? ഷീല. ഷീലയോ? ഇതൊക്കെ എപ്പോഴാ നടന്ന്? ഇന്നലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോ ഞാൻ ആലോചിച്ച് നോക്കി, തീരുമാനം എടുക്കുകയും ചെയ്തു. എന്താ തീരുമാനിച്ചു? അവളെ കല്യാണം കഴിക്കണോ? ഒരുപാട് സന്തോഷമാണ് വിജയ്, ഒരു നല്ല മനസ്സുണ്ട് നിനക്ക്. അതല്ലടാ, ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കുമെന്നല്ല, നിന്നെ പോലെ തന്നെ ഞാൻ അവളുടെ കൂടെ ജീവിതം ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ശരി, ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഉടനെ ഈ കാര്യം ഷീലയോട് പറയാന്നുള്ളതാണ്. നിനക്കൊരു വിഷമം ഉണ്ടാവും, അതെനിക്കറിയാം. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ സംസാരിക്കടാ. എടാ കാർത്തിക്. എന്താ വിജയ്, നിനക്ക് വേണ്ടി ഇതെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അല്ലടാ, ഞാൻ തന്നെ സംസാരിച്ചു. എപ്പോ? ഇന്ന് രാവിലെ ചർച്ചിൽ വെച്ചു. ഹോൾഡ് ഓൺ, ലൈസൻസ് എടുക്ക. നിങ്ങളായിരുന്നോ? പള്ളിയിൽ പോയിട്ട് വരികയാണോ? എത്ര കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. എന്താ എന്നെ പോലെ സംസാരിക്കുന്നത്? കുറെ നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്. അല്ല, എന്താ ഇവിടെ? ഒന്നുമില്ല, അന്ന് റെക്കോർഡിംഗ് ഇല്ലാതിരുന്നോണ്ട് ബോറടിച്ചപ്പോ നിങ്ങളെ നേരിൽ കണ്ട നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലെന്ന് ചോദിക്കാൻ. എന്താ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്?
ശരി, കാര്യത്തിലേക്ക് എടുക്കാം. ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെപ്പറ്റി നിങ്ങൾക്ക് നന്നായി അറിയാം. ഞാനൊരു കീബോർഡ് പ്ലെയർ, നന്നായിട്ട് സമ്പാദിക്കുന്നു. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ അമ്മയെ മാത്രം. സോ ഐ ആം ഫ്രീ. പിന്നെ ഞാൻ ബീതോവന്റെ ജന്മദിനത്തിന് ശകലം ബീർ കുടിക്കും. എനി പ്രോബ്ലം? ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയാം. അതുകൊണ്ടെന്താ, നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. ഇതുപോലൊക്കെ ആർക്കും സംഭവിക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ 1.5 വർഷം നടക്കില്ലായിരുന്നു. എല്ലാവരും എന്നെ എടുത്തോണ്ടാ പോയത്. അതെ, അന്ന് ഞാൻ പൊടിക്കുഞ്ഞായിരുന്നു. ഓക്കെ, തമാശയൊക്കെ പിന്നെ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി താൻ വേണം പറയാൻ. സത്യമായിട്ട് എങ്ങനെയാണ് പറഞ്ഞത്? അതേടാ. അപ്പൊ അവൾ എന്താ പറഞ്ഞ? ആദ്യം ഒന്ന് പേടിച്ച് അവള് കണ്ണു തള്ളി. പിന്നെ അച്ഛനോടും അമ്മോടും പറയാൻ പറഞ്ഞു. എന്റെ അമ്മേ. എടാ വിജയ്, അവളുടെ അച്ഛനോടും അമ്മയോടും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. വലിയ അവരോട് ആൾക്കാരോട് സംസാരിക്കണം. ഇതെപ്പോ? പള്ളിയിൽ നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഇതെന്താ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുപോലെ റിയാക്ട് ചെയ്യുന്നേ? നിങ്ങളിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. അല്ല, ഞാനൊന്ന് ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ മോൾക്ക് ഇനി ഒരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടോ? പ്രശ്നമുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓക്കെ, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളെ നാളെ പറയണമെന്നില്ല, ഇന്ന് വേണേലും പറയാം. സത്യം പറഞ്ഞ എന്റെ കല്യാണം കഴിഞ്ഞു. പോളവിടെ നടത്തണോടാ. കല്യാണം പള്ളി വെച്ച് നടത്താമെന്ന് ചോദിച്ചു. നമുക്കെന്താ, ചിലരെ കല്യാണം കടലിൽ വെച്ച് നടത്തുന്നു, ചിലർ ആകാശത്ത് വെച്ച് നടത്തുന്നു. ഇതേതായാലും ചർച്ചയിലല്ലോ. ഓക്കെ പറഞ്ഞു. കാർത്തികേ, ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇന്നലെ ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എന്ത് മറുപടി പറയുന്ന എനിക്ക് പേടിയുണ്ടായിരുന്നു. അമ്മ എന്താ ചെയ്തെന്നറിയോ? എന്റെ മുഖത്തേക്ക് ഒറ്റ നോക്കിയിട്ട് നെറ്റിയിൽ എനിക്ക് ഉമ്മ തന്നടാ. ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോ ദിവസം എനിക്ക് ഉമ്മ തന്നാ വിടാറ്. ഇത്ര കാലത്തിന് ശേഷം ഉമ്മ തന്നപ്പോൾ എനിക്ക് സന്തോഷമായിട്ടാ. ചെറുപ്പത്തിൽ ഭർത്താവിന് വേർപ്പെട്ടതുകൊണ്ട് അമ്മയ്ക്ക് ശീലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ് ഈസ് സോ ടച്ചിങ്. ശരി, കല്യാണം എപ്പോഴാ? ഏയ് പറയൂ വിജയ്. അല്ലടാ, കല്യാണം ഉടനെ നടത്താം. ഞാനത് കുറച്ച് നീട്ടി വെക്കാൻ പറഞ്ഞത്. എന്തിന്? നിന്റെ കാര്യമെല്ലാം ശരിയാവട്ടതിന് ശേഷം മതി. നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് അറിയാം വിജയ്. അതെല്ലാം കഴിഞ്ഞു പോയില്ലേ. എന്റെ വേദന ജീവിതം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലടാ. അത് മാത്രമല്ല, ഇപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് നടത്താം. വേണ്ട കാർ. വിജയ് പ്ലീസ്.